കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സുവിശേഷീകരണത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം വിശദമായി കഴിഞ്ഞ 13 ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ഈ ക്ലാസ്സുകൾ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ പ്രായോഗിക പരിശീലനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് നൽകുന്ന വിശേഷാലുള്ള പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ ക്ലാസ്സുകളാണ്. എന്നാൽ പല ആളുകളുടെയും റിക്വസ്റ്റ് മുഖാന്തരം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിരവധി ആളുകൾ അത് കേൾക്കുകയും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന, അതുപോലെ കുടുംബസ്ഥരായ ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. സ്തോത്രം. ഇത് എൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലും മിഷണറി അനുഭവങ്ങളിൽ നിന്നാണ് ഇത് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനും എല്ലാ മേഖലയിലും നിങ്ങൾക്കത് പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയും ഗ്രേറ്റ് മിഷനും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഓൺലൈൻ തിയോളജിക്കൽ പ്രോഗ്രാമിലേക്ക് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ 32ഓളം പ്രൊഫസേഴ്സ് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ ലഭിക്കും. പ്രധാനമായി 3 പ്രോഗ്രാമുകളാണ് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഗ്രേറ്റ് മിഷൻ നൽകുന്നത്. BA ഇൻ തിയോളജി, അതുപോലെ ഗ്രാജുവേറ്റ് ഇൻ തിയോളജി, ഡിപ്ലോമ ഇൻ തിയോളജി. 2 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും പ്രോഗ്രാമാണ് നൽകുന്നത്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അധ്യാപകരുടെ സമയത്ത് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ മണക്കാല സെമിനാരിയിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സൗകര്യവും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈമും അത് അവൈലബിൾ ആകുന്നതാണ്. ആ ക്ലാസ്സുകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. സെമിനാരിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷനും പ്രോസ്പെക്ട്സും ഒക്കെ ഞാൻ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. 90204060. അത് വാട്സപ്പ് നമ്പറാണ്. ദൈവവചനം പഠിക്കുവാൻ വിശേഷാൽ ഈ കോഴ്സ് പ്രോഗ്രാം ചെയ്യുന്നത് പ്രൊഫഷണലായ ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക്, അതിന് കോളിംഗ് ഉള്ള ആളുകൾക്ക്, ജോലിയോടൊപ്പം ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് പ്രധാനമായി ഈ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തവർക്കും പഠിക്കുന്നതിന് തടസ്സമില്ല, എന്നാൽ പ്രധാനമായി ഇതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് പ്രായോഗിക സുവിശേഷീകരണത്തെക്കുറിച്ചാണ്. താൻ്റെ വേലയ്ക്ക് പോകുന്നതിന് മുമ്പ്, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, നാം ഒരാളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പട്ടാളത്തിലേക്ക് ഒരാൾ എടുക്കപ്പെടണമെങ്കിൽ ആ റിക്രൂട്ട്മെന്റിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുമാത്രം പരിശീലനമുണ്ടല്ലേ. ഒരുപാട് പരിശീലനങ്ങളുണ്ട്. എന്തൊക്കെ കായികമായി അവരൊരുക്കപ്പെടണം, ആരോഗ്യപരമായി അവരറിഞ്ഞിരിക്കണം. ഇതെല്ലാം മനസ്സിലാക്കി നല്ല ട്രെയിനിങ് എടുത്ത് നീളവും നെഞ്ചുവീതിയും അവരുടെ കഴിവും വ്യത്യസ്തമായ ലെവലുകളിലുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവനെ ഇലക്ട് ചെയ്യുന്നത്. ഇലക്ട് ചെയ്താൽ ഉടൻ തോക്കും കൊടുത്തേച്ച് BSFിൻ്റെ കൂടെ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കൂടെ അവിടെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. ഞാൻ ആർമിയിലും എയർഫോഴ്സിലും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എയർഫോഴ്സിൽ 3 വർഷം നളിയ എയർഫോഴ്സ് ക്യാമ്പിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാനും എനിക്കിടയായിട്ടുണ്ട്. ആ സമയത്ത് ഭുജിലുള്ള എയർഫോഴ്സിലും അവിടെയുള്ള ആർമി ക്യാമ്പിലും ഒക്കെ ധാരാളം പ്രവർത്തിക്കുകയും അവിടെ നിന്ന് ധാരാളം സഹോദരങ്ങൾ വിശ്വാസികളായി ആരാധനയ്ക്ക് വരികയും ചെയ്യുന്ന സമയങ്ങളിൽ ട്രെയിനിങ്ങിനായി പല റെജിമെന്റുകളിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. കഠിനമേറിയ ഭാരം അവരുടെ ചുമലിൽ വെച്ചുകൊണ്ട് 100 കണക്കിന് ആളുകളുടെ ബാച്ച് നിരനിരയായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അവരെ നയിക്കുന്ന, ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ അവരുടെ കാലിൽ കണ്ടമാനം തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കടം തോന്നിയിട്ടുണ്ട്. അവര് ആ വേദനയിൽ തിരിച്ചു പോരാൻ പറ്റത്തില്ല. നോ വേ. അവർക്ക് സ്ട്രോങ് ആയി പരിശീലനം നൽകിയാണ് അവരുടെ ശത്രുവിനെ എങ്ങനെ നേരിടണം, യുദ്ധത്തിൽ അവരെന്തെല്ലാം അറിഞ്ഞിരിക്കണം,
ഒരിക്കൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. BSFന്റെ ഒരു പ്രധാന കവാടം വഴി കയറി ഞങ്ങളെ പോലീസുകാർ പിടിച്ചു. ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങളെ പിടിച്ചു തള്ളി, തറയിൽ വീണു. ഞങ്ങൾ ചുണ്ടു മുറിഞ്ഞ് ബ്ലീഡ് ചെയ്തു. കൂടുള്ള ദേവദാസനെ തല്ലി. പക്ഷെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ഒരേപോലുള്ള വാതിലുകളാണ് സാധാരണ ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഒരു ഷോർട്ട് കട്ട് വഴി എത്തിയപ്പോൾ ഇതാണെന്ന് വിചാരിച്ച് അതുവഴി ഞാൻ കയറി. നിയമങ്ങളൊക്കെ പാലിച്ചാണ് കയറിയത്. പക്ഷെ അതുവഴി പുറത്തുള്ളവർക്ക് പ്രവേശനം ഇല്ലായിരുന്നു. പക്ഷെ തല്ലുകിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതുവഴി പോകണം, ഇതുവഴി പോകരുത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പാഠങ്ങൾ, ബാലശിക്ഷകൾ, ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? പക്വതയിലേക്ക് നയിക്കുന്നത്, ശരിയായ ചിട്ടയിലേക്ക്, ശരിയായ ഡിസിപ്ലിനിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഏറിയ പരിശീലനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വരത്തുള്ളൂ. ഇപ്പൊ എയർഫോഴ്സിൽ NC എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അവർക്ക് പ്രൊമോഷനേ ഇല്ല. അവിടെ കോപ്പിള് മുതൽ തുടങ്ങുന്നു, സാർജന്റ്, പിന്നെ JW, പിന്നെ വാറന്റ് ഓഫീസർ, പിന്നെ ഗ്രീൻ പൈലറ്റ്, സ്റ്റേഷൻ കമാൻഡർ, അങ്ങനെ പോകുന്നു. മറ്റിടത്ത് ഹവൽദാർ, പിന്നെ സുബേദാർ മേജർ, ക്യാപ്റ്റന്, മേജർ, ലഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, അങ്ങനെ പോകുന്നു ആർമിക്ക്. അതിങ്ങനെ ഓരോ തസ്തികകളിലും ഓരോരുത്തരെയും ആക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് സ്ട്രോങ് ആയിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നീയും ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഒരു സോൾജിയറിന്റെ ജോലിയാണ് ഒരു ദൈവവേദന്റെ ജോലി എന്ന് മനസ്സിലാക്കണം. ആമേൻ, പ്രൈസ് ലോർഡ്. നമ്മുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിക്കുമ്പോൾ, ജസ്ലി പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, ഒരു ദേശത്തൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, അതെ, ഞാൻ മഹാരാജാവിന്റെ മോളായി ഇതുവഴി പോകുന്നതെന്ന്. കിങ് ഓഫ് കിങ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്. അപ്പോൾ മഹാരാജാവിന്റെ വേലക്കാരായിരിക്കുന്ന നമ്മൾ, അത്ഭുത മന്ത്രിയുടെ വേലക്കാരായിരിക്കുന്ന നമ്മൾ, വീരനാം ദൈവത്തിന്റെ വേലക്കാരായിരിക്കുന്ന നമ്മൾ, നിത്യപിതാവിന്റെ വേലക്കാരായിരിക്കുന്ന നമുക്ക്, സ്തോത്രം, വിളിച്ചു എന്ന് വിചാരിച്ച് ചാടിക്കേറി അങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. MBBSന് ചെല്ലുമ്പോൾ നീഡിലും തന്ന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടോ സർജറി ചെയ്യാനായിട്ടോ ഒന്നും പറ്റത്തില്ല. മരിച്ച ബോഡി വെച്ചാണ് അവയവങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നത്. സ്തോത്രം, അല്ലേ? പ്ലീബോട്ടമിക്ക് പഠിക്കുമ്പോൾ പഴം കൊണ്ടുവന്ന് അതിലാണ് കുത്തി ഞങ്ങൾ പഠിച്ചത്. സ്തോത്രം. അപ്പോൾ നഴ്സിംഗ് പ്രോഗ്രാമിന് പോയിട്ടുള്ളവർ എല്ലാം അറിയാമല്ലോ. നമ്മളെല്ലാം ഇങ്ങനെ ഓരോ പരിശീലനങ്ങൾ ചെയ്ത്, അപ്പോൾ എല്ലാം നമുക്ക് ആവേശമാണ്. കുഴലെടുത്ത് കഴുത്തിലിടാനും ഏപ്രിലിടാനും ഒക്കെ എന്തോ ഒരു ആവേശം. പക്ഷേ ഓരോന്നും ചെയ്ത് പരിശീലിച്ച് വന്ന് കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. നമുക്കറിയാം, പൾസർ ഇവിടെ മാത്രമല്ല, കൈവിടെ മാത്രമല്ല, 6-7 സ്ഥലങ്ങളിൽ നമുക്ക് പൾസർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പരിശീലിക്കുക. അപ്പൊ ഏത് സെക്ടറിലാണെങ്കിലും ശരിയായ പരിശീലനം ആവശ്യമാണ്. ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് ദൈവവചനം, തിയോളജി ഒന്നും പഠിക്കണ്ട, ഞങ്ങൾക്ക് ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ തരാം. അങ്ങനൊന്നും അല്ല സഹോദരൻ. ദൈവത്തിന്റെ സ്തോത്രം. അതെല്ലാം നമ്മൾ തോക്കെടുത്തുകൊണ്ട് ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പോകുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തികഞ്ഞ തയ്യാറെടുപ്പോടും തികഞ്ഞ സമർപ്പണത്തോടും കർത്താവ് വിളിച്ചവരെ ആദ്യം 3.5 വർഷം കൂടെ പഠിപ്പിക്കുകയായിരുന്നു. ഫോളോ മീ, കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്കൊരു സമ്മർദ്ദവും കൊടുക്കാൻ പാടില്ല. അവരെ സ്നേഹിക്കുക. നമ്മളിലുള്ള ക്രിസ്തുവിനെ സ്വഭാവത്തിലൂടെ അവരറിയട്ടെ, നമ്മുടെ സംസാരത്തിലൂടെ അവരറിയട്ടെ, നമ്മുടെ ഇടപാടുകളിലൂടെ അവരറിയട്ടെ, നമ്മുടെ നോട്ടത്തിലൂടെ അറിയട്ടെ. നമ്മുടെ പഴയ ജീവിതം പൂർണ്ണമായി മാറി ക്രിസ്തുയേശുവിലുള്ള ഒരു പുതിയ മനുഷ്യനായി മാറി നമ്മുടെ ജീവിത രീതികളിലൂടെ യേശുവിനെ കാണാൻ കഴിഞ്ഞാൽ അത് വളരെ, നമ്മൾ പറയുന്ന വാക്കിന് പിന്നെ നമ്മളോളം വില കാണും. ദൈവത്തിന് സ്തോത്രം. ഒരാൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ച ഉടനെ നമ്മളെ പിടിച്ച് നിർബന്ധിച്ച് സ്നാനപ്പെടുത്താനോ നിർബന്ധിച്ച് ചർച്ചയ്ക്ക് കൊണ്ടുപോകാനോ ഒന്നും നിർബന്ധിക്കാൻ പാടില്ല. പ്രൈസ് ഗോഡ്. കാരണം നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് കാളവണ്ടി തള്ളുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ. ആ പ്രഷർ കഴിയുമ്പോൾ അതവിടെ നിൽക്കും. മറിച്ച് അകത്ത് ജീവൻ വന്നു കഴിഞ്ഞാൽ ആവേശമാണ്. അവിടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിച്ചു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന്
നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ശിമയോൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു. ഇങ്ങനെയൊക്കെയാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അപ്പൊ ആരാധന ഒരു വെളിപ്പാടാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ആരെയും നിർബന്ധിക്കണ്ട. പക്ഷെ നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ ആരാധന കണ്ട്, ദൈവസ്നേഹം കണ്ട്, ദൈവസ്നേഹത്തിന് മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് കർത്താവിന്റെ വേല ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാത്മാവിന്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വചനം പറയേണ്ട ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയെക്കുറിച്ച് ചിന്തിച്ചു. മരണം കൊതിക്കുന്ന അവർ യേശുവിനെ കുറിച്ച് ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കർത്താവ് തുറന്ന വാതിൽ നാം ഒരിക്കലും അടയ്ക്കരുത്. നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെയാണ് ക്രിസ്തുവിന് ആവശ്യമെന്ന് നമ്മൾ ചിന്തിച്ചു. സ്വർഗത്തിൽ നമുക്കിപ്പോൾ എന്തുണ്ട് എന്ന് നാം ചിന്തിച്ചു. ആത്മാക്കളെ തേടി ഇറങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. ദിശ മനസ്സിലാക്കേണ്ട 5 വിധ അന്വേഷണക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വിത്ത് വീഴുന്ന 4 സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ലക്ഷ്യം തെറ്റിയ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പിന്നെ നമ്മിലുള്ള ശത്രുക്കൾ എന്തൊക്കെയാണ്. എന്ത് നിഗളം, അഹങ്കാരം, സ്വയപ്രശംസ, ഉന്നത ഭാവം, ദുരഭിമാനം, ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, ഇങ്ങനെയുള്ള നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ ശത്രുക്കളെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. നാം ആരെന്നറിയുക എന്നുള്ള കാര്യം ചിന്തിപ്പാനിടയായി. സ്വയം നശിപ്പിക്കുവാൻ സാധ്യതയുള്ള സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. കർത്താവ് ഉപയോഗിക്കും തോറും ദൈവസന്നിധിയിൽ ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ചിന്തിച്ചു. തുടർന്ന് നാം ചിന്തിക്കുന്നത് 4 വിധ പരീക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടതും ദൈവവിളിക്കെതിരെ നിൽക്കുന്ന 5 വിധ തടസ്സങ്ങളെ കുറിച്ചുമാണ് നാം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നാം ഇന്നലെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. എന്തായിരുന്നു? സഭയിൽ നിന്നും നേരിടുന്ന പ്രശ്നത്തെ കുറിച്ച്. ജനത്തിൽ നിന്ന് ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആ പ്രശ്നങ്ങളെയൊക്കെയും ദൈവമാണ് അത് പരിഹരിച്ചു തരുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ട് നാം സ്റ്റെപ്പ് വെച്ചാൽ പ്രതിസന്ധികളില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദ്യമായിട്ട് ഒരിക്കലും ഒരു മനുഷ്യൻ കടലിൽ കുളിക്കാൻ പോകും. ഭയങ്കര ആഗ്രഹം കൊണ്ട് പോയതാ. അവിടെ ചെന്നപ്പം തിരയാണ്, സാമാന്യ തിരയേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കടൽ കാണുന്നു, ആദ്യമായിട്ട് കടലിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു തിര ഇപ്പം അങ്ങ് അടങ്ങും. അങ്ങനെ മണിക്കൂറുകൾ നിന്നു. താനെ കുളിക്കാനുള്ള തുണിയും ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഒടുവിൽ തിര മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരം പോയി. ആള് ഡ്രസ്സ് മാറിയിട്ട് വീട്ടിൽ പോയി. കുളി നടന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, തിര മാറിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ആരും തീരത്ത് പോയിട്ട് കാര്യമില്ല. ഇഫ് യു ഹാവ് ദ വിഷൻ ടു റീച്ച് ദ എക്സാക്ട് ഡെസ്റ്റിനേഷൻ, വി മസ്റ്റ് ഗോ. നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വഴിയോര ശബ്ദം കണ്ടോ, വഴിയോര കാഴ്ചകൾ കണ്ടോ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിന്നാൽ നിങ്ങൾക്ക് മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു കരം നിങ്ങളെ പിടിച്ചിരിക്കുന്നു. അത് ഒരു വീക്കോ ഒരു മന്തോ ഒരു ഇയറോ നിങ്ങളെ നടത്താമെന്നല്ല ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ലോക അവസാനത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ അടുത്ത ജനറേഷൻ വരും. അവര് കടന്നുപോയി. അങ്ങനെ ഇതാ 2000 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം ക്രിസ്തുവെന്ന തന്റെ ഏകജാതനായ ക്രിസ്തുവേശുവിൽ തുടങ്ങിയ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായ ആ നാമം ലോകത്തിൽ എവിടെയും നിന്ന് നിറഞ്ഞിരിപ്പാൻ കാര്യം എന്താണ്? ഇത് അടിച്ചുകെടുത്താൻ ന്യൂറോ മുതലായ 10ഓളം പീഡകന്മാർ, സഭാചരിത്രം പഠിക്കുന്നവർക്കറിയാം, 10ഓളം പീഡകന്മാർ ഇതിനെതിരെ എഴുന്നേറ്റു. പക്ഷേ അവരെല്ലാം കടന്നുപോയി സഹോദരങ്ങളെ. ഇന്നും ഇത് മാനുഷ്യമല്ലാത്തത് കൊണ്ട് നിലനിൽക്കുകയാണ്. നാം അടുത്ത ദിവസങ്ങൾ കേൾക്കുന്നില്ലേ, വലിയ മീഡിയയിലുള്ള ഗവേഷകന്മാരായ ആളുകൾ പറയുന്നു അടുത്ത 10 വർഷം പെന്തക്കോസ്തിന്റെ വളർച്ചയെക്കുറിച്ചായിരിക്കും ലോകം മുഴുവൻ ചർച്ച നടക്കാൻ പോകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ മീഡിയയിൽ ഒരു റിപ്പോർട്ട് വന്നത്. സ്തോത്രം. കാരണം പല സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ കർത്താവിലേക്ക് വരുന്നു. സഹോദരങ്ങളെ, മരമണ്ടന്മാരായ ആളുകൾ വിചാരിക്കും അതെ പെന്തക്കോസ്ത് ജനത്തെ തല്ലിച്ചതച്ചു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനമേ പൂട്ടപ്പെട്ടു പോയി. നിങ്ങൾക്കറിയാമോ,
ഏതോ ഒരു ആദരണീയനായ ഒരു തത്വശാസ്ത്രകൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു, ക്രിസ്ത്യാനിയെ നോവിക്കരുത്, നോവിച്ചാൽ അത് 1000 മടങ്ങ് ശക്തിയോടെ വളരും. Praise God. തെർത്തുല്യൻ പറഞ്ഞത് ഇതാണ്, രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസിന്റെ മുൻ ജീവിതം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞാൽ അതോടെ തീരുമെന്ന് വിചാരിച്ചു. 1000 വാട്ട്സ് ഉള്ള ഒരു ബൾബ് അടിച്ചു കെടുത്തിയപ്പോൾ അത് ഈ 10 ലക്ഷം വാട്ട്സ് ഉള്ള മറ്റൊരു ബൾബായ പൗലോസ് പുറത്തു വരും. സ്തോത്രം. അതുകൊണ്ട് പ്രതികൂലം എവിടെയുണ്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാകണ്ട. കാരണം ശൗലിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. എന്താ അതിനർത്ഥം? ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കളെ നോവിച്ചപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് തമ്പുരാന് നൊന്തു. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, കാരണം കൂടാതെ നിന്നെ ഒരാൾ നോവിച്ചാൽ സ്വർഗം അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ മിഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ സമയങ്ങളുണ്ട്, അറസ്റ്റ് ചെയ്ത സമയങ്ങളുണ്ട്, കടാര കൊണ്ട് കുത്താൻ വന്ന സമയമുണ്ട്, വാളും കൊണ്ട് വെട്ടാൻ വന്ന സമയങ്ങളുണ്ട്, എന്നെയും വൈഫിനെയും കുഞ്ഞിനെയും അടിച്ചു കൊല്ലാനായിട്ട് വലിയ വടിയും കൊണ്ട് ആളുകൾ പതിയിരുന്ന് അവരുടെ നടുവിൽ ഞങ്ങൾ അകപ്പെട്ടു പോയ സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. കാരണം എന്താണ്? നമ്മുടെ കാലിലെ മുടിയും തലയിലെ മുടിയും കാലിലെ പൊടിയും എണ്ണിയ സർവശക്തൻ അറിയാതെയോ അനുവദിക്കാതെയോ ഒരു ദൈവബലിലും ഒരിക്കലും ഒന്നും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഒരു ദൈവവൈതലിന്റെ പെയിൻ കർത്താവിന് പെയിൻ ആയിരിക്കും. നിങ്ങളുടെ കുഞ്ഞിനൊരു വേദന ഉണ്ടായാൽ അപ്പനൊന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹിക്കുന്ന അപ്പൻ അമ്മ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരം പുലരും വരെ എന്ത് ചെയ്യും? അതിന് കാത്തിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ്. അവനിൽ ജനിച്ചവർക്ക് ഒരു വേദന വന്നാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിൽ ഒരാൾക്കൊരു വേദന വന്നു, നമ്മുടെ തോമസിന് സർജറി വന്നു, നമ്മളാരും അത് മൗനമായിരുന്നില്ല, നമ്മൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. റൊണാൾഡിന്റെ പപ്പായ്ക്ക് ആ കുടുംബത്തിൽ ഒരു പ്രയാസം വന്നു, ഉടനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. വാത്സല്യ ജിബിയുടെ കുഞ്ഞിന് ഒരു വിഷയം വന്ന് ദിവസങ്ങളോളം, ഏതാണ്ട് 45 ദിവസത്തോളം നമ്മൾ കണ്ടിന്യൂ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. സിനിയുടെ മനുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി, ഷൈലയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അതിന് ആൻസർ ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരുടെ വിഷയത്തിലും അമ്മ കിടപ്പിലായ ആനിമാമ്മ പിറ്റേ ദിവസം എഴുന്നേൽറ്റു. പ്രൈസ് ഗോഡ്. തീരെ മേലാതെ കിടന്ന ആൻസി ദൈവം സൗഖ്യമാക്കി. എത്രയെത്ര സാക്ഷ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കേൾക്കാനുണ്ട് ദൈവമക്കൾ. എത്രയെത്ര വിടുതലുകൾ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, ഇതൊന്നും നമ്മുടെ മഹത്വമല്ല. സ്തോത്രം. മൂടപ്പെട്ട് അടഞ്ഞു കിടന്ന സബു അലുങ്കൽ ഇപ്പൊ എത്ര ശക്തനായ ഒരു ദൈവദാസനായി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെയും മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെയും പണിതെടുത്തുകൊണ്ട്. താങ്ക് യു ജീസസ്. ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നവും, എസ്പെഷ്യലി തിരുനാമം നിമിത്തം. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, നിന്റെ തല ഞാൻ വെട്ടും. ഞാൻ പറഞ്ഞു, വേണ്ടാത്ത തലയാന്നേ പോട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കതിൽ ഭയമില്ല സഹോദരങ്ങളെ. പണ്ട് വി എ തോമസ് പാസ്റ്ററിനെ കല്ലെറിയാൻ ആളുകൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും, നിങ്ങൾ കൂട്ടിപ്പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജയിലിൽ നിങ്ങൾ പോകും, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പ്രത്യാശയുള്ളവരായി, പൂർണ്ണ ധൈര്യമുള്ളവരായി, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽപ്പാൻ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, ഏതാണ്ട് 6 ലക്ഷത്തിലധികം പുരുഷന്മാർ, അത്രയും കുടുംബിനികളും അതിൻ്റെ 4 ഇരട്ടി കുഞ്ഞുങ്ങളുമുള്ള ഇസ്രായേൽ ജനത ഒരുമിച്ച് നിലവിളിക്കുകയാണ്. അവരുടെ ഭക്ഷണ പ്രശ്നമായിരുന്നു. ദൈവമക്കളെ, ഈ സാത്താന്റെ ഒരായുധം ഭക്ഷണ വിഷയമായിരുന്നു. ഏദനിൽ പറുദീസ നഷ്ടപ്പെടാൻ ഇടയായി തീർന്നത് ആഹാര വിഷയത്തിലായിരുന്നു. കർത്താവിനെ, അതെ, ഇസ്രായേൽ മക്കളുടെ കനാൻ നാടിന് പ്രശ്നമായി തീരുന്നത് ഭക്ഷണ വിഷയമായിരുന്നു. കർത്താവിനെ അതെ തകർക്കുവാനായി സാത്താൻ ഉപയോഗിച്ച ആദ്യത്തെ ആയുധവും കല്ലുകൊണ്ട് ചെന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പച്ചവെള്ളത്തെ നോക്കിയപ്പോൾ നിറമില്ലാതിരുന്ന പച്ചവെള്ളം വീഞ്ഞായില്ലേ? അതിന് നിറം വന്നു, അതിന് മണം വന്നു, അതിന് രുചി വന്നു, അതിന് ഗുണം വന്നു. ഇത്ര നല്ല വീഞ്ഞ്
നീ എവിടെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നെന്ന് ചോദിക്കത്തക്കോണം പുറത്തു കിടന്ന പാത്രത്തിന്റെ വെള്ളത്തെ തമ്പുരാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ. കുഞ്ഞെ, നിന്റെ സ്ഥിതി മാറ്റാൻ എൻ്റെ ദൈവത്തിന് എത്ര സമയം വേണം? നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുവാൻ എത്ര നാഴിക വേണം? ഇൻസ്റ്റന്റ് ആയി ചെയ്യേണ്ടത് ദൈവം ഇൻസ്റ്റന്റ് ആയി ചെയ്യും. തമ്പുരാൻ പറഞ്ഞു മോശയോട്, നീ വടി വെള്ളത്തിൽ ഒന്ന് അടിച്ചാൽ മതി, അന്നേരം അത് ബ്ലഡായി മാറും. ദൈവത്തിന്റെ അധികാരം എക്സസൈസ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പവർ അവിടെ വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയം ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുമ്പോൾ അത് സംശയം കൂടാതെ പ്രാർത്ഥിച്ചു കൊള്ളുക. എന്നെ കേൾക്കുന്ന യൂട്യൂബിലൂടെ ആണെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയത്തിന്റെ മുമ്പിൽ ഭയപ്പെടാതെ ദൈവസന്നദ്ധിയിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കാര്യം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിങ്ങളോട് കരുണ കാണിച്ച് ദൈവമഹത്വം കാണാൻ പരിശുദ്ധാത്മാവ് നിശ്ചയമായി സഹായിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ മോശയുടെ ഇടയ ശുശ്രൂഷയിൽ താൻ നേരിട്ട പ്രതിസന്ധിയെ പരിഹരിപ്പാൻ മാനുഷ്യമായി തനിക്ക് കഴിഞ്ഞില്ല. മീറ്റിന്റെ വിഷയമാ വീട്ടിലുണ്ടായത്. ഒരു വീടിനല്ല, ആ സഭ മുഴുവൻ കരയുകയാണ്. ദൈവം പറഞ്ഞത് കരച്ചിൽ കേട്ടപ്പോൾ ദൈവം ഇവിടെ ഒരു നേരത്തേക്കുള്ള പ്രശ്നം കിടന്ന് അതിരൂക്ഷമാകുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ വായിച്ചത്? വിഷമിക്കണ്ട, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസം മുഴുവൻ ഞാൻ കൊടുത്തേക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില വിദേശത്തുള്ള സഹോദരങ്ങളിൽ നിന്നോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അമ്മാച്ചന്മാരിൽ നിന്നോ, നിങ്ങളുടെ രക്തബന്ധങ്ങളിൽ നിന്നോ, നിങ്ങളുടെ സ്നേഹിതരിൽ നിന്നോ ഒക്കെ പണ്ടത്തെ കാലത്ത് പേർഷ്യന്ന് ഒരാൾ വന്നാൽ പല ആളുകൾക്ക്, അയൽവാസികൾക്ക് ഒരു കയ്യിൽ കിട്ടാനും ഒരു സ്പ്രേ കിട്ടാനും ഒരു മുട്ടായി കിട്ടാനും, അയ്യോ ഒരാൾ വീട്ടിൽ വന്നെന്നറിയുന്നത് ആദ്യം ടേപ്പർ കാർഡ് അവിടെ ഓണാവും. അന്ന് കറണ്ടൊന്നും ഇല്ല അല്ലേ? അപ്പോഴറിയാം, സാങ്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ജപ്പാന്റെ കയ്യിലൊക്കെ എടുത്ത് അങ്ങ് പോവും. പക്ഷേ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ശബ്ദമൊക്കെ നിലയ്ക്കും, കയ്യിൽ റോൾഡ് ഗോൾഡ് വാച്ചും ഒക്കെ വെക്കും, ഈവൻ ജപ്പാനെന്ന് എഴുതിയ കയ്യിൽ വരെ വെക്കും. കാര്യം പണ്ടത്തെ കാലം അങ്ങനെയായിരുന്നു. ഞെരുക്കത്തിന്റെ കാലമായിരുന്നു, ബുദ്ധിമുട്ടിന്റെ കാലമായിരുന്നു, പ്രയാസത്തിന്റെ കാലമായിരുന്നു. സഹോദരങ്ങളെ, താങ്ങേണ്ടവർ നിങ്ങളെ തളർത്തിയെങ്കിൽ, സഹായിക്കാതിരുന്നെങ്കിൽ, അവർ മറന്നു കളഞ്ഞെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. സ്തോത്രം. തൃക്കൈ തുറന്നാൽ തൃപ്തി വരും. ദൈവത്തിന്റെ കയ്യിൽ 1000 വഴിയുണ്ട് സഹോദരങ്ങളെ. ജനലക്ഷങ്ങൾക്ക് വഴി തുറന്ന ദൈവം നിങ്ങൾക്കും വഴി തുറക്കും. സ്തോത്രം. മടക്കാൻ മുട്ടില്ലേ? കരയാൻ കണ്ണില്ലേ? സ്നേഹിക്കാൻ ഹൃദയമില്ലേ? പ്രൈസ് ഗോഡ്. പിന്നെന്തേ ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾക്ക് മുട്ടുകുത്തിയാൽ? പ്രൈസ് ഗോഡ്. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിൻ്റെതായ ആഹാരം തരുന്നവനല്ലേ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ എനിക്ക് തോന്നുന്നു എന്നേക്കൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോള് എന്നോട് ഒരിക്കൽ പറഞ്ഞു, പപ്പ എനിക്കൊരു ഉടുപ്പ് മേടിച്ചു തരണം. അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ്, 25 വർഷത്തിന് മുമ്പ്. ഓക്കെ. ഞാനിങ്ങനെ പറഞ്ഞു, മക്കളെ പപ്പ മേടിച്ചു തന്നാൽ ചീപ്പായിട്ടുള്ളതേ മേടിച്ചു തരൂ, മക്കള് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചൻ നല്ലത്. ഒരാഴ്ച എന്നോട് ചോദിച്ചു എത്ര ദിവസം പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞു 1 ആഴ്ച ഒന്ന് പ്രാർത്ഥിച്ചേ. 1 ആഴ്ച കഴിച്ച് വന്നപ്പോൾ പറയാ, അപ്പായി മേടിച്ചു തരുന്ന ലക്ഷണമില്ല, യേശുപ്പച്ചനും തരുന്ന ലക്ഷണമില്ല. സ്തോത്രം. അപ്പൊ എനിക്കൊരു വിഷമമൊക്കെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ തമ്പിച്ചാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട വരാനിടയായി. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഷായ് പാസ്റ്റേ വീട്ടിലുണ്ടോ? ഉണ്ട്. എന്നാ മോളെ കൂട്ടി നിങ്ങളൊന്ന് വരാൻ. വന്നപ്പോൾ അവര് സന്തോഷം കൊണ്ട് മോളെ എടുത്തോളം ചെന്ന് ഒരു കവറ്, ഇച്ചിരി നേരം കഴിഞ്ഞൊരു കവറുമായിട്ട് കുഞ്ഞ് പുറത്തിറങ്ങി പോയി. ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കവർ തുറന്ന് നോക്കിയപ്പോൾ $99 2 മനോഹരമായ ഉടുപ്പ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ, പ്രാർത്ഥിച്ച് മേടിക്കാൻ പഠിപ്പിക്കണം. ദൈവത്തിന് അതിനർത്ഥം എല്ലാം പിള്ളേർ തന്നെ പ്രാർത്ഥിച്ച് മേടിക്കട്ടെ എന്നുള്ളതല്ല. ബട്ട് വി മസ്റ്റ് ഗീവ് എ ട്രെയിനിങ് ടു കണക്ട് വിത്ത് അവർ ഗാഡ്. ദൈവവുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്യാൻ ഉള്ളൊരു പരിശീലനം
പരിശുദ്ധാത്മാ നൽകട്ടെ എന്ന് വിശേഷാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ 4 വിധ പരീക്ഷണങ്ങളിൽ നിന്ന് ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ചർച്ചിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ദൈവദിവസം നിങ്ങൾ ഓർത്തു കൊള്ളണം, നിങ്ങളുടെ മിഷൻ ഫീൽഡ് നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന സ്ഥലം അല്ല. വിശാലമായി വെളിയിൽ ആത്മാക്കൾ കടക്കുക. നിങ്ങൾക്ക് സ്വന്തമായി ദൈവം ഒരു ലീഡർഷിപ്പിലേക്ക് നയിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നതും നിയോഗിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സ്തോത്രം. നിങ്ങളിപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന കൂട്ടായ്മയിൽ അവിടെ ഒരു ഇടയനുണ്ട്, അവിടെ ഒരു നടത്തിപ്പിന്റെ ഒരു ടീമുണ്ട്, അവിടെ മൂപ്പന്മാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേർത്ത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ പെട്ടെന്ന് നിങ്ങളോടൊരു പ്രയാസം നേരിടാനിടയായി. എന്നാൽ അവിടെ നിങ്ങൾക്ക് ദൈവം അവസരം തരുന്നെങ്കിൽ വളരെ താഴ്മയോടും വളരെ വിനയത്തോടും വളരെ എളിമയോടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൽ നിന്നും നിങ്ങൾ പങ്കുവെച്ചാൽ അതിൽ ചിലതൊക്കെ അവരിലും മാറ്റങ്ങൾ വരുത്താൻ, അവരിലും അക്സെപ്റ്റ് ചെയ്യുവാൻ, അവർക്ക് നിങ്ങൾ അനുഭവിക്കുന്നത് അവർക്ക് അനുഭവിപ്പാൻ, നിങ്ങൾ പ്രാപിക്കുന്നത് അവരും പ്രാപിക്കാൻ, നിങ്ങൾക്ക് വചന വെളിപ്പാട് ലഭിച്ച കാഴ്ചപ്പാടുകൾ അവർക്കും പ്രാപിപ്പാൻ അതൊരു സ്വർഗീയ അവസരമായി മാറും എന്നുള്ളതും കൂടെ ഞാൻ താഴ്മയോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. രണ്ടാമത്തത് പുറത്തു നിന്നുള്ള പരീക്ഷണമാണ്. എന്താണ് പുറത്തു നിന്നുള്ള പരീക്ഷണം? അവിശ്വാസികളിൽ നിന്ന് വരുന്ന ഭീഷണികൾ, പുറലോകത്തിൽ നിന്ന് വരുന്നതായ പ്രതികൂലങ്ങളെ കുറിച്ചാണ് ഞാൻ അത് രണ്ടാമത്തെ കാര്യം ഓർപ്പിക്കുന്നത്. നമുക്ക് ഉദാഹരണമായി 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 Kings chapter 19 verse 4 വരുമ്പോൾ ഒന്ന് വേഗം എടുത്ത് വായിച്ചാട്ടെ. മരുഭൂമിയിൽ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. നോക്കിയേ, ഇതാരാണ് മരിപ്പാൻ ഇച്ഛിച്ചത്? എല്ലാരും അൺമ്യൂട്ട് ചെയ്തായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഉത്തരം ഞാൻ ചോദിക്കുന്നവര് പറയണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാരാ പറയുന്നത്? ഏലിയാവാണ് ഇച്ഛിച്ചത്. ഓക്കെ, ഏലിയാവാണ്. ലിസൺ ടു മീ കെയർഫുള്ളി. ഓക്കെ, ഈ ഏലിയാവ് പ്രാർത്ഥിപ്പാൻ കാരണം എന്താണ്? വധഭീഷണിയാണ്. ഓക്കെ, വധഭീഷണിയാണ്. ഏലിയാവിന്റെ ഗുണങ്ങൾ അതിന് തൊട്ടു മുമ്പുള്ളത് ഓരോരുത്തരായെന്ന് പറഞ്ഞേ, റൊണാൾഡ് എന്ന് പറഞ്ഞേ, എന്താണ് ഒരു ഗുണം പറഞ്ഞ ഏലിയാവിന്റെ? മ്യൂട്ടാമനെ. പല ഗുണങ്ങളുണ്ട് ഏലിയാവിന്റെ. അതിന്റെ തൊട്ടു മുമ്പ് എന്താ അവിടെ സംഭവിച്ചത്? ഓക്കെ, മോനെ കെയർഫുൾ, ഡ്രൈവ് ചെയ്യുന്ന കെയർഫുൾ. ഓക്കെ, എന്താണ് എലിസബത്ത്, എന്താ അതിനു മുമ്പ് സംഭവിച്ചത്? തീ ഇറക്കി ബാലിന്റെ പ്രവാചകന്മാരെ നോക്കുക. അപ്പോൾ അവിടെ തീ ഇറക്കി 850 വ്യാജ പ്രവാചകന്മാർ തീർന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. രാജാവിന്റെ അരമനയിൽ ചെന്ന് മെസ്സേജ് പറഞ്ഞു. താൻ പറഞ്ഞത്, ഈ ആണ്ടിൽ ഞാന് പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. അപ്പൊ അതിന് അർത്ഥം എന്താണ്? തൻ്റെ നാവിൽ ഒരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആകാശം അടയ്ക്കാനും ആകാശം തുറക്കാനും അധികാരമുള്ളൂ. ഇൻ ജീസസ് നെയിം. ആകാശം അടയ്ക്കാനും ആകാശം തുറക്കാനും അധികാരമുണ്ട്. 2 വിധ കരുതൽ അതിനു മുമ്പ് താൻ അറിഞ്ഞു. ആരെയും കൊണ്ട് പോറ്റിയതയും കാക്കയെ കൊണ്ട്, വിധവയെ കൊണ്ട്. വിധവയും കൊണ്ട്. വിധവ മരിക്കാറായിരിക്കുക. അപ്പോഴാണ് മരണം മാറ്റാൻ. ആ ദേശത്തെ ഉറവുകളെല്ലാം വറ്റി. പക്ഷെ വിധവയുടെ ഭവനത്തിലുള്ള ഉറവ് വറ്റിയോ? വറ്റി. കുഞ്ഞെ, ദൈവം അനുവദിക്കാതെ നിന്റെ നന്മ അടയത്തില്ല. ചുറ്റുവട്ടങ്ങളിൽ ഉള്ളവരെല്ലാം വേദന അനുഭവിച്ചാലും ദൈവം കണ്ട വീടാണോ, ആ വീട്ടിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി കാണും. ദൈവത്തിന്റെ ദൃഷ്ടി കാണും. അപ്പോൾ ആ കാര്യം നിങ്ങൾ വിട്ടുകളയരുത്. നമ്മൾ എത്രയോ അനുഭവങ്ങളിൽ നിന്ന് അത് കേട്ടിട്ടുണ്ട്. ദേശം മുഴുവൻ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ട എത്രയോ ഭവനങ്ങൾ വിടുവിക്കപ്പെട്ടു നിലനിന്നു.
സ്തോത്രം. നമ്മുടെ ബാവുച്ചാന്റെ ഭവനം, അൻസിയുടെ ഭവനം, അതുപോലെ ജസ്സിയുടെ ഭവനം, ഇവരുടെ എല്ലാ ഭവനം ഫ്ലോറിഡയില് ചുഴലിക്കാറ്റുണ്ടായ സമയത്ത് എല്ലാം തകർന്നു പോകേണ്ടതായിരുന്നു. ഫലം പോയില്ല, ഒരു ഓമയുടെ തണ്ട് മാത്രം പോയി. അല്ലേ? ഇതൊക്കെ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രത്യേകതകളല്ലേ? പക്ഷെ ഇവിടെ ഇതാ അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ ഏലിയാവിന്റെ നാടൻ ഭാഷയിൽ പിള്ളേർ പറയുന്ന മാതിരി ഗ്യാസ് പോയി, അല്ലേ? ആള് മാനസികമായി തളർന്നു. തക്ക സമയത്തിലെ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. തക്ക സമയത്തിലെ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. സഹോദരങ്ങളെ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവാത്മാവിനോട് പറയുന്നു, റൊണാൾഡിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒരു അല്പം മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, റൊണാൾഡിനും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നിർബന്ധിക്കുന്നല്ലോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവിന്റെ കവറിങ്ങിൽ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തെ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുകയാണ്. ഉള്ളങ്കയിൽ പരിപാലിക്കണം, കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മഹത്വം കാണാൻ ഓരോ നിമിഷവും ദൈവാത്മാവ് സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. താവേ, മാതാപിതാക്കളെ, തന്റെ പ്രിയപ്പെട്ടവളെ, പൈതങ്ങളെ എല്ലാവരെയും യേശുവിന്റെ രക്തത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ മുദ്രയിടും യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ എന്തൊക്കെയും ഈ ക്ലാസ്സിന്റെ ഇടയിൽ ദൈവം എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സൗരങ്ങളെ, നമുക്കറിയത്തില്ല, ചില സമയത്ത് ദൈവം ഞങ്ങളെ അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ട്. വലിയ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വിടുവിക്കപ്പെട്ട പല സാക്ഷ്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? മരണം കൊതിക്കുകയാണ്. മതി, ശുശ്രൂഷ മതി, ജീവിതം മതി. ഒറ്റ മിനിസ്ട്രി കൊണ്ട് രാജ്യത്തെ മുഴുവൻ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുത്തി. അതുവരെയും വിഗ്രഹാരാധനയിലായിരുന്നു ജനം, അല്ലേ? അവിടെ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊല്ലുന്ന പ്ലാന് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ഒരു പരിധിവരെ സക്സസ് ആയി എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരറിഞ്ഞില്ല, ബാലിന് മടക്കാത്ത മുട്ടുള്ള 7000 പേരെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ദൈവത്തിന്റെ ശേഷിപ്പ് എപ്പോഴും ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മോണിറ്ററിംഗിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. നിങ്ങളുടെ ജീവിത പങ്കാളി ദൈവത്തിന്റെ മോണിറ്ററിംഗിലുണ്ട് മക്കളെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മോണിറ്ററിംഗിലുണ്ട്. നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിൽ എത്തണമെന്ന് ഇപ്പോഴല്ല ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് പോള് പറഞ്ഞത്, ആമേൻ, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന്റെ നിയോഗങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ടു വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്തായാലും ഏതൊറ്റപ്പെട്ട സ്ഥലത്താണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാനും നിങ്ങളും ആരും മാറുന്നില്ല. പ്രൈസ് ഗോഡ്. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ, നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക്? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എന്നെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. യേശുവിന്റെ രക്തം ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം, ഹല്ലേലൂയ, ഭീഷണിയുടെ മുമ്പിൽ നിന്റെ ഡെസ്റ്റിനേഷൻ ഒന്നും ലക്ഷ്യത്തിലെത്താതെ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഉടനെ ദൈവം അവിടെ ഒരു മനുഷ്യനെ അല്ല അയച്ചത്, ആണോ? ഒരു ഏഞ്ചലിനെ അയച്ചത്. സ്തോത്രം. ആരെ അയച്ചാൽ നീ എഴുന്നേൽക്കുന്നു ദൈവത്തിന് അറിയാം. പ്രൈസ് ലോർഡ്. നിന്റെ മാനസിക നില, ആമേൻ, പരിധി വിട്ട് മാറിപ്പോകുമ്പോൾ, നിന്നെ മാനസികമായി തളർത്തുമ്പോൾ, നിന്നെ മെന്റലി ടോർച്ചർ ചെയ്യുമ്പോൾ, നിന്റെ എല്ലാ ഡോറുകളും ക്ലോസ് ആയി എന്ന് തോന്നുമ്പോൾ ഓർത്തോണം, ആമേൻ, അത്യുന്നതൻ ഡയറക്റ്റ് ഇറങ്ങേണ്ടി വന്നാൽ ദൈവം അവിടെ ഇറങ്ങിയിരിക്കും. സ്തോത്രം. ദൈവത്തെ തടയുവാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ലല്ലോ. അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കി കർത്താവിന്റെ ദൂതൻ ജയില് തുറന്ന് പുറത്തു കൊണ്ടുവന്നു, അല്ലേ? സ്തോത്രം. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലും എല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ കാൽകരങ്ങൾ കൂച്ചുവിലങ്ങിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ കാരാഗ്രഹത്തിനുള്ളിൽ ദൂതനിറങ്ങി വിലാപ്പുറത്ത് തട്ടിയത് നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിന് എൻട്രി ചെയ്യുവാൻ
ഒരുത്തന്റെയും പൂട്ടിന്റെ ആവശ്യമില്ല, ഒരുത്തന്റെയും താക്കോലിന്റെ ആവശ്യമില്ല, ഒരു ഗവൺമെന്റിന്റെ പെർമിഷന്റെ ആവശ്യമില്ല, ഒരു ഭരണാധികാരിയുടെ ആവശ്യമില്ല. അവൻ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കുന്ന ദൈവമാണ്. അവൻ ബന്ധിച്ചാൽ അതിനെ ആർക്കും അഴിക്കാൻ കഴിയാത്തവനാണ്. രാജാക്കന്മാരെ വാഴിക്കുകയും അതെ നീക്കുകയും ചെയ്യുന്നവനാണ്. ഉന്നതന്മാരുടെ മേൽ ഒരു ഉന്നതനും അതിന്റെ മീതെ ഒരു അത്യുന്നതനുമുണ്ടെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ ധൈര്യപ്പെട്ടുകൊള്ളണം. ഏത് ദേശത്ത് നിങ്ങളായിരുന്നാലും, ഏത് രാജ്യത്ത് നിങ്ങളായിരുന്നാലും, രാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. പക്ഷേ നിങ്ങളായിരിക്കുന്നിടത്തോളം കാലം ഓർത്തിരിക്കുക, നിങ്ങളെ ദൈവമാണാക്കിയത്. പലരെയും അതിനുപയോഗിച്ചെന്ന് വരും, പലരെയും സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചെന്ന് വരും, പലരെയും വൺ ടൈം സപ്പോർട്ടായിട്ടൊക്കെ ഉപയോഗിച്ചെന്ന് വരും. അതൊക്കെ ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ് സഹോദരൻ. അവരോട് പറയുന്നു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. തിന്നിട്ട് ആൾ കിടന്നുറങ്ങി. കാരണം എന്താ? മെന്റലി എപ്പോഴും കാതിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? നാളെ ഈ നേരത്ത്, നാളെ ഈ നേരത്ത്. എന്റെ ചോദ്യം, കൊല്ലാൻ ആഗ്രഹിച്ച ഇസബേൽ എന്താ ആളയച്ചപ്പം കൊല്ലിക്കാഞ്ഞേ? അവക്കറിയാം കഴിഞ്ഞ 3-3.5 വർഷം വെള്ളം കൂടി മുട്ടാനിടയായി തീർന്ന ഇദ്ദേഹത്തിന്റെ വാക്കാ. സ്തോത്രം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലാരും പട്ടിണിയിലായപ്പോഴും ദൈവശബ്ദം അനുസരിച്ചവൻ സുരക്ഷിതമായും സുഭിക്ഷമായും കഴിഞ്ഞോ? കുഞ്ഞെ, ദൈവം പറഞ്ഞെടുത്ത് നീ പാർക്കണം, അവിടെ കാക്ക വരത്തുന്നു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചാൽ നിങ്ങൾ അവിടെ നിൽക്കണം. സ്തോത്രം. ദൈവശബ്ദമാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ബ്ലെസ്സിങ്ങിൽ നമ്മൾ 100 പ്രവാചകന്മാരിൽ നിന്ന് ദൂത് എഴുതിയിട്ടാലും ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാലും പ്രയോജനമൊന്നുമില്ല. അത് ബലത്തിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ചില കണ്ടീഷനിലൂടെ പറയും, മക്കളെ ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്താൽ ഇത് മുഴുവൻ നിനക്കായിരിക്കും, നീ എന്റെ വഴികളെ വിട്ടുപോയാൽ ഇതെല്ലാം നിനക്ക് ഭവിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചിട്ടുള്ള എല്ലാ തകർച്ചയ്ക്കും കാരണം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള അകൽച്ചയല്ലേ എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചു തരാനും ദൈവത്തിന് കഴിയത്തില്ലയോ? നിശ്ചയമായി കഴിയും. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ പാർക്കണം, നമ്മളെ സ്നേഹിക്കണം, നമുക്ക് അവരുടെ സന്തോഷം അറിയണം, അനുഭവിക്കണം. ഇത് നമ്മുടെ ആഗ്രഹമല്ലേ? അവനിൽ ജനിച്ച അവന്റെ രക്തത്തിന്റെ സന്തതികളായ തൻ്റെ മക്കൾ ദൈവത്തിൽ നിന്നും ഹൃദയം അകന്നു മാറുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഈ ജനം വന്ന് എൻ്റെ ജനമായിട്ട് വന്നിരിക്കുക, പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1 മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളെങ്കിലും പ്രേ ഫ്രം ദ ഹാർട്ട്. ഒരു കോറസേ പാടിയുള്ളെങ്കിലും ഹൃദയത്തിൽ നിന്ന് പാടുക. സ്തോത്രം. ആമേൻ. ദൈവത്തിന് വേണ്ടി നമ്മൾ വിമ്മിഷ്ടപ്പെട്ടോ നിർബന്ധിച്ചോ സമ്മർദ്ദത്തിലോ ഒന്നും ചെയ്യരുത്. സ്തോത്രം, സ്തോത്രം. 1 പെന്നി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഓർത്തോണം, അത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിതച്ചതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ച കറക്റ്റ് കൃത്യമായ അക്കൗണ്ട് ദൈവത്തിന്റെ കൈ കാണും. ഒന്നും തെറ്റിപ്പോകത്തില്ല, ഒന്നും തെറ്റിപ്പോകത്തില്ല ദൈവം. രണ്ടാമതും ഫുഡ് കൊടുത്തു അല്ലേ? ഒരുവന് എത്ര വേണമെന്ന് ദൈവമാ തീരുമാനിക്കും. ചില സമയത്ത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തോ ചെയ്യും നിങ്ങളൊക്കെ ഇനി? ദൈവമക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തനാ കേട്ടോ. വിളിച്ച ദൈവം വിശ്വസ്തനാ. സ്തോത്രം, സ്തോത്രം. ശൈല സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ടെസ്റ്റ് മണി പറയാനിടയായി തീർന്നു. 18 വർഷമായി അമേരിക്കയിലായിട്ട് ഒരു ദിവസം പോലും ജോലിയില്ലാതിരിപ്പാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്ന്. ദൈവത്തിന് ദൈവമക്കളെ, കർത്താവ് എത്ര വിശ്വസ്തനാണ്. നടത്തിയ വഴികളൊന്ന് ഓർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചോണം. അപ്പൊ നിങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കാണും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ അധികം നേരം വേണ്ടി വരികയില്ല. കാര്യം നന്ദിയുള്ള ഹൃദയം ദൈവത്തെ സന്തോഷിപ്പിക്കും. നമുക്കറിയാം, ഒരു സഭയിൽ എഴുന്നേറ്റു. അപ്പോൾ ഓർത്തോണം, ഏലിയാവിന്റെ മിനിസ്ട്രിയാണ് നിനക്കുള്ളതെങ്കിൽ ഒരു സഭയിൽ അപ്പുറത്ത് കണ്ടേക്കുന്നു. സോ ബി സ്ട്രോങ്, റിമെമ്പർ. സ്തോത്രം. ഒരു എസ്തേറിന്റെ മിനിസ്ട്രി ആണോ, ഒരു മൊർദെഖായിയുടെ മിനിസ്ട്രി ആണോ, ഒരു ഹാമാനെ അപ്പുറത്ത് നിനക്ക് പ്രതീക്ഷിക്കാം. സ്തോത്രം. ഒരു ദാവീദിന്റെ മിനിസ്ട്രി ആണോ നിനക്കുള്ളത്, ഒരു ഗോലിയാത്ത് അപ്പുറത്ത് കണ്ടേക്കാം, യുദ്ധങ്ങൾ കണ്ടേക്കാം. പക്ഷേ ചെല്ലുന്നിടത്തൊക്കെ ജയം നൽകുന്ന ഒരു സാന്നിധ്യം കൂടെ പുറകെ. ദൈവത്തിന് സ്തോത്രം. അവിടെ എങ്ങും ഫെയിലിയർ ആകാൻ ദൈവം സമ്മതിക്കത്തില്ല. 3ാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് ദൈവം നൽകുന്ന ദൈവശബ്ദത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന ചില പരീക്ഷണങ്ങൾ.
പരീക്ഷണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ ചില കാര്യങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യമായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. പല വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ ഞങ്ങള് കുഞ്ഞുങ്ങളുടെ വെക്കേഷന് പോകണം. അപ്പോൾ വീട്ടിലൊരു 10-15 കോഴിക്കുഞ്ഞുണ്ട്. അപ്പം നമുക്ക് വീട്ടിലൊരു വിഡോയുണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ വൈഫ് ഒറ്റ കടുംപിടുത്തം പിടിച്ചു, എനിക്കൊരു കോഴിക്കൂട് കിട്ടാതെ ഞാൻ വേലയ്ക്ക് വരത്തില്ല. ഞാനിപ്പം പ്രാർത്ഥിച്ചു, ദൈവമേ 2 ദിവസം കൂടെ ഉള്ളല്ലോ പോകാൻ, ഈ കോഴിക്കുഞ്ഞെല്ലാം അങ്ങ് ചത്തുപോണേന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചു. കാരണം കോഴിക്കുഞ്ഞിനേക്കാൾ വലുത് കർത്താവിന്റെ ആണല്ലോ. പക്ഷെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടില്ല. കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവളും കുഞ്ഞുങ്ങളും മിഷൻ ഫീൽഡിൽ വരണം. അപ്പൊ പറഞ്ഞു, ദൈവം എനിക്കൊരു കോഴിക്കൂട് തന്നിട്ട് ഞാൻ മലബാറിന് വരുന്നു. അപ്പം 2 ദിവസം കഴിഞ്ഞു, ഇനി അടുത്ത ഒറ്റ നാളെ പോണം. ഞാൻ പറഞ്ഞു, എടി നീ വരണം, വന്നില്ലേ പരിപാടി നടക്കത്തില്ല. കാരണം 1.5 മാസം മിഷൻ ഫീൽഡിൽ കൺവെൻഷനുകളാണ്. എന്നോട് പറഞ്ഞു, കോഴിക്കൂട് കിട്ടാതെ ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കോഴിക്കൂടാണോ വലുത്, കർത്താവിന്റെ വേലയാണോ വലുത്? കർത്താവിന്റെ വേല വലുതാ, പക്ഷെ ദൈവം തന്ന കോഴിക്കുഞ്ഞിനെയും എനിക്ക് സൂക്ഷിക്കണം. ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തോ ചെയ്യും. തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു ദൈവദാസനുണ്ട്, ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ച ദൈവദാസനാണ്. ഞാൻ അവിടെ ചെന്നപ്പം അവിടുത്തെ അമ്മാമ്മയോട് പറഞ്ഞു, ഷായിപ്പാസ്റ്റർ എപ്പോഴാ പോന്നെ? ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ നാളെ ഞങ്ങൾ പോവാ, പക്ഷേ മോളിക്കുട്ടി പറയുന്ന ഒരു കോഴിക്കൂട് കിട്ടാതെ വരത്തില്ല, ഈ കോഴിക്കുഞ്ഞിനെ ഒരു വിഷയം. അയ്യോ, ഇവിടെ 2 എണ്ണം ഇരിപ്പുണ്ട്, പക്ഷേ ഒന്നീ കോഴിനെ വളർത്തുന്നുണ്ട്, മറ്റൊന്ന് പട്ടിക്കൂട, അതിൽ വേണേലും കോഴി ഇടാം. ഞാൻ വിചാരിച്ച് എന്താണോ ആ കൂട്ടിലിടുന്നത് അതിന്റെ പേര് അതായിരിക്കും അല്ലേ. അപ്പൊ പട്ടി ഇടുമ്പോൾ പട്ടിക്കൂടായിരിക്കും, കോഴി ഇടുമ്പോൾ കോഴിക്കൂടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്ന് 2-3 പേര് ചേർന്ന് അത് പൊക്കി. പക്ഷെ അതിന്റെ പൊക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു കമ്പി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ പിടിച്ചിങ്ങനെ മുതുകുരിയുമ്പോൾ കമ്പി മുതുകത്തൂടെ കൊണ്ട് കീറിട്ട് നിൽക്കണം. ബ്ലീഡ് ചെയ്ത് ഞാൻ അതുപോലെ അങ്ങ് താത്തു വെച്ച് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, എടി ഇതാണ്ടെ എൻ്റെ മുറിഞ്ഞ കണ്ടോ, നാളെ മിഷൻ ഫീൽഡിലും പോകണം. അപ്പം എന്നോട് ചോദിച്ചാൽ അത് പട്ടിക്കൂടല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അത് പട്ടിക്കൂടാ, നമ്മൾ കോഴി ഇടുമ്പോൾ അത് കോഴിക്കൂടാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പട്ടിക്കൂടിന് വേണ്ടിയല്ല, കോഴിക്കൂടിന് വേണ്ടിയില്ല. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചതിന് വിരോധമായിട്ടല്ലേ പിടിക്കാൻ പോയത്. അപ്പൊ കിട്ടിയത് മേടിച്ചോണ്ട് ഇന്ന് പോരെ. സ്തോത്രം. അപ്പം ഞാനും എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ശരിയാ, അവള് പറഞ്ഞത് പ്രാർത്ഥിച്ചത് കോഴിക്കൂടിന് വേണ്ടി. പക്ഷേ ദേവദാസൻ പോയി എടുക്കാൻ പോയത് എന്താ? പട്ടിക്കൂടില്ല. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, ഇനി അവള് വരുന്നില്ലേ, വരണ്ട, നാളെ ഞാനങ്ങ് പോവാം. നിങ്ങൾക്കറിയാമോ, അന്ന് വൈകിട്ട് ഒരു ദൈവദാസൻ അലിമുക്കിൽ ബെന്നിപ്പാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വീട് പാഴ്സനേജ് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവാ. സാധനമെല്ലാം കയറ്റിയപ്പോൾ കോഴിക്കൂടിന് സ്ഥലമില്ല കയറ്റാൻ. അപ്പോൾ താഴത്ത് ഞങ്ങളുടെ പാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാമേ എല്ലാ സാധനവും കയറ്റി കോഴിക്കൂട് കയറ്റാൻ വണ്ടിയ സ്ഥലമില്ല, ആർക്കെങ്കിലും കോഴിക്കൂട് വേണോ? അപ്പോൾ പറഞ്ഞതാണ്, മേളി ഷായിപ്പാസിന്റെ അവിടെ മോളിക്കുട്ടി ഒരാഴ്ചയായിട്ട് കോഴിക്കൂടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരെ വിളിച്ചു, ഷായിപ്പാസ് ചെയ്ത് ആ കോഴിക്കൂട് റെഡി ആയിരിക്കുന്നു. കോഴിക്കോട് കുട്ടി തിരിച്ചു. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിനല്ല നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുന്നതിനാ ഞാൻ പറഞ്ഞു. ബട്ട് വി മസ്റ്റ് വെയിറ്റ്. സ്തോത്രം. നിങ്ങൾ എന്താ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്, അതിന്റെ കരുതൽ എവിടെയെങ്കിലും ദൈവത്തിൽ നിന്നുണ്ടാകാൻ സാധ്യത ഉണ്ടാകും സഹോദരങ്ങളെ. അത് ദൈവത്തിന്റെ പ്ലാനിൽ പെട്ടതാണെങ്കിൽ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ദൈവാരുളപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ ചില കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കേണ്ടത് യോനായുടെ പുസ്തകം 4-ാം അധ്യായമാണ്, 3-ാം വാക്യം. യോന പേരിന്റെ അർത്ഥം പ്രാവ്, നല്ല മനുഷ്യനാണ്. ദൈവം പറഞ്ഞത്, നിനക്കൊരു മെസ്സേജ് ഉണ്ട്, അത് തൻ്റെ സ്വന്തം മെസ്സേജ് അല്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രസംഗം നീ അവിടെ പോയി പറയണം. ഓക്കെ, 3-ാം അധ്യായം 2-ാം വാക്യം, 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. മെസ്സേജ് ദൈവം കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു ദേശത്ത് പോയാൽ, ഒരു ഫെലോഷിപ്പിൽ പോയാൽ, ഒരു കൺവെൻഷൻ വേദിയിൽ പോയാൽ, ഒരു സഭയിൽ പോയാൽ, നിങ്ങൾ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, വചനം പങ്കുവയ്ക്കാൻ തന്ന വ്യക്തിയാണെങ്കിൽ, എന്തേലും വലിച്ചു വാരി ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ടെന്നും പറഞ്ഞല്ല അവിടെ നിൽക്കണ്ട. എന്താ മെസ്സേജ്?
ആ മെസ്സേജ് ജനങ്ങളിൽ മാറ്റം വരുത്തുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത സന്ദേശം അവർക്ക് കൈമാറി. അടിച്ചുകൂട്ടിയുള്ള മെസ്സേജ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഒരു സ്ഥലത്തെ മെസ്സേജ് മറ്റൊരു സ്ഥലത്ത് ശോഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സഹോദരങ്ങൾ. അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ദൈവം അവസരം തരുന്നു, കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ഇരിക്കണം, വചനം ധ്യാനിക്കണം, പ്രാർത്ഥിച്ച് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങളാണ് അവരോട് ദൈവത്തിന് ഇടപെടുവാനുള്ള വഴികൾ, അവരെ രൂപാന്തരപ്പെടുത്താനുള്ള സന്ദേശം, അവരെ സൗഖ്യമാക്കാനുള്ള സന്ദേശം, അവരെ ജീവിപ്പിക്കാനുള്ള സന്ദേശം, അവരെ എഴുന്നേൽപ്പിക്കാനുള്ള സന്ദേശം, അവരുടെ കെട്ടുകൾ പൊട്ടി അവർ ഫ്രീ ആകാനുള്ള സന്ദേശം നിങ്ങൾ പ്രാപിക്കുന്നതാണ്. പ്രാപിക്കാത്ത മെസ്സേജുകളാണ് സഭകൾക്ക് ഇടർച്ചയുണ്ടാക്കുന്നത്. പ്രാപിക്കാത്ത മെസ്സേജുകളാണ് ഭിന്നിപ്പുണ്ടാകുന്നത്, കലകമുണ്ടാക്കുന്നത്. സ്തോത്രം. ദൈവത്തിൽ നിന്ന് കിട്ടിയ വചനമാണെങ്കിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് കഴിയും. യോനായ്ക്ക് നിനവേ പട്ടണത്തിൽ പോകണം, വളരെ മൈലുകൾ യാത്ര ചെയ്ത് പോവുകയാണ്. പോകാൻ റെഡിയാ, അരുളപ്പാട് കിട്ടി, പോകാൻ റെഡിയായി. പക്ഷേ ദൂതിന് ശേഷം എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു. ഈ അസീറിയ ജനത്തിന്റെ സ്വഭാവം പച്ചയ്ക്ക് ആളുകളെ ജീവനോടെ തോലിരിച്ച് ശിക്ഷിക്കുന്ന ജനതയാണ്. ഇത്രയും ക്രൂരന്മാരായ ആളുകളെ ദൈവം രക്ഷിക്കണ്ട, അടുത്ത 40 ദിവസം കഴിയുമ്പോൾ തീരട്ടെ. ചില പ്രവാചകന്മാർക്കൊരു ഭയങ്കര ചിന്തയുണ്ട്. എന്നാന്നറിയാമോ? അവര് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിക്കണം. മരിക്കും എന്ന് പ്രവചിച്ചാൽ മരിച്ചിരിക്കണം, അപ്പോഴേ ഡിമാൻഡ് വരും. ആ ദൈവദാസൻ പ്രവചിച്ചു, ആള് മരിച്ചു. സഹോദരങ്ങളെ, ദൈവം എപ്പോഴും നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നത് തിരിച്ചു വരാൻ വേണ്ടിയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ദൈവം നോവിച്ചു കൊല്ലുന്ന ദൈവമൊന്നുമല്ല. നമ്മുടെ പല വീടുകളിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മക്കളോട് നമ്മൾ പറയുന്നത് ദൈവം നിന്നെ തട്ടിക്കളയും, ദൈവം നിന്നെ കൊന്നുകളയും, ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഒരു ക്രൂരനായ ദൈവത്തെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. മറിച്ച് മക്കളെ, നാം അകന്നു പോയാൽ നമ്മുടെ അനുഗ്രഹങ്ങളാണ് അകന്നു. നാം ദൈവത്തോട് അടുത്ത് എന്നാൽ ദൈവസനയിൽ നമുക്ക് കുറെ കൂടെ ബ്ലെസ്സിങ് നമുക്ക് പ്രാപിക്കാൻ പറ്റും. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടും. ദൈവമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് ജീവിക്കാൻ പറ്റും. ആര് നമുക്ക് അനുകൂലമാണെങ്കിലും ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നാം സീറോയാണ്. യേശു ഇല്ലാത്തവൻ എക്കാലം അനാഥൻ തന്നെയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കൽ വിടത്തില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യോന എന്ത് ചെയ്തു? മിഷണറിയായി വിളിക്കപ്പെട്ടു പോയി. ടൂറിസ്റ്റ് ആയിട്ട് ആള് സ്ഥലം വിട്ടു. എന്താ വചനത്തിൽ നമ്മൾ കാണുന്നത്? ദൈവം അയച്ച കാറ്റ്, ദൈവം കൽപ്പിച്ചാക്കിയ മീന്, ദൈവം കൽപ്പിച്ചാക്കിയ വൃക്ഷം, ദൈവം കൽപ്പിച്ചാക്കിയ പുഴു, ദൈവം അയച്ച ഉഷ്ണക്കാറ്റ്, ഇതെല്ലാം നമ്മൾ അവിടെ കാണുന്നില്ലേ? നമുക്ക് ചില ആളുകളെ കുറിച്ചും ചില ദേശത്തെക്കുറിച്ചും ചില വിഭാഗത്തെക്കുറിച്ചും ചില മുൻവിധികളുണ്ട്. ആ മുൻവിധിയാണ് നമ്മളെ ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നതിന് തടസ്സമായിരിക്കും. നമ്മള് വിധി എഴുതി വെച്ചിരിക്കുക, അവരൊരിക്കലും ഗുണപ്പെടത്തില്ല, അവരൊരിക്കലും രക്ഷിക്കപ്പെടാൻ പോകുന്നു, വെറുതെയാ. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് അടൂർ ഫിലിപ്പ് സാർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനൊക്കെയാണ്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഏതാണ്ട് 1.5 വർഷത്തോളം ഞങ്ങൾ ആ ഭവനത്തിൽ പോയി ബൈബിൾ ക്ലാസ് എടുത്തു. ഒടുവിൽ അദ്ദേഹം സ്നാനത്തിന് തീരുമാനമായി. ദൈവത്തിലെ അത്ഭുതങ്ങൾ ആ ഭവനങ്ങളിൽ കർത്താവ് ചെയ്തു. സ്തോത്രം. ഒടുവിൽ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുവാനായി ഞാൻ വെള്ളക്കുളങ്ങര ചർച്ചിലെ MO ഏലിയാസ് പാസ്റ്ററെ വിളിച്ചു. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഒരു കുടുംബത്തെ സ്നാനപ്പെടുത്തി ചർച്ച സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഷായി പാസ്റ്ററെ ആരാ? ഞാൻ പറഞ്ഞു, ഫിലിപ്പ് സാറും കുടുംബം. അയ്യോ, ഫിലിപ്പ് സാറും കുടുംബം, അദ്ദേഹം ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ് ഏറിയ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വെട്ടിക്കളഞ്ഞാണ് പ്രയർ ലിസ്റ്റിൽ. അന്ന് ഞങ്ങൾ ഇടമണ്ണിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇടമണ്ണിൽ നിന്ന് ഞങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ചേത്തക്ക് സ്കൂട്ടറിൽ വന്ന് തിരിച്ചു പോകും.
1.5 വർഷം മീറ്റിംഗ് നടത്തിയിട്ട് ഞാൻ ഓരോ ആഴ്ചയിലും അദ്ദേഹം സ്തോത്ര കാഴ്ച തരും, ഞാൻ മേടിക്കും. ദൈവം എന്നോട് അരുളി ചെയ്തു, മേടിക്കും. സ്തോത്രം. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, പക്ഷേ റിയൽ ദൈവദാസനാണെന്ന് എനിക്ക് മനസ്സിലായി. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കുള്ളതിനെ അല്ല, നിങ്ങളെ തന്നെ. സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും വിടിവിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ച് പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിയതാ. സഹോദരങ്ങളെ, ബലവാന്മാരെയും കൊണ്ട് നടക്കാത്തത്, ഉന്നതന്മാരെയും കൊണ്ട് നടക്കാത്തത്, ശ്രേഷ്ഠന്മാരെയും കൊണ്ട് നടക്കാത്തത് ഒക്കെ നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിച്ചു. അത് മനുഷ്യന്റെ കണക്കൂട്ടലുകളെ പൊളിച്ചെടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്കിനെ ലംഘിച്ചാണ് യോന മൂവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വിളിയുടെ ചൂണ്ടൽ അകത്ത് കിടക്കുന്ന ആളെ ഈ ചൂണ്ടലും കൊണ്ട് എവിടെ ഓടിപ്പോയാലും രക്ഷയിൽ തിരിച്ചു പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതത്തിൽ നിന്ന് ഓടി മറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ താൻ കയറിയ കപ്പലിലെ ആളുകൾക്ക് പ്രശ്നമായി, അവർക്ക് നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ യോന പറയുന്നുണ്ട്, ഈ കാറ്റ് ഞാൻ നിമിത്തമാകുന്നത്, നിങ്ങൾ എന്നെ എടുത്ത് കടലിൽ ഇട്ടാൽ മതി, അപ്പൊ ഞാൻ രക്തസാക്ഷി ആയിക്കോളൂ എന്ന് അതിനർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? താൻ ചാടിയാൽ ആത്മഹത്യയായി. അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. കർത്താവ് എന്നെ അങ്ങ് എടുത്തായിരുന്നെങ്കിൽ മതിയായിരുന്നു. സൗരങ്ങളെ, യോന വിചാരിച്ച് കടലിൽ വീഴുന്നതോടുകൂടി ചത്താലും പോകത്തില്ല. ചെന്ന് വീണത് എവിടെയാ? മത്സ്യത്തിന്റെ വായിൽ. മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചിരുന്നു, നീ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്തോണം, ഞാനൊരു കക്ഷിയെ വിടുന്നുണ്ട്, സുരക്ഷിതമായിട്ട് അതിനകത്ത് കിടന്നോട്ടെ. ഇവൻ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ വരും. നമ്മൾ എവിടെ രൂപാന്തരപ്പെടണം എന്നുള്ള പ്ലേസ് ഒക്കെ ദൈവത്തിന് അറിയാം. നേരത്തെ അതൊക്കെ വെച്ചിരിക്കുക ദൈവം. നമ്മുടെ നിലപാട് മാറ്റുമ്പോൾ നമ്മളെ ഒരുക്കാൻ, മെരുക്കാൻ, ശുദ്ധീകരിക്കാൻ, രൂപപ്പെടുത്താൻ, പാകപ്പെടുത്താൻ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തി. 2 ദിവസം പുള്ളി പ്രാർത്ഥിച്ചില്ല, നിങ്ങൾക്കറിയാലോ. 3-ാമത്തെ ദിവസം മനസ്സിലായി, മീൻ ഒരിക്കലും അടങ്ങിയിരിക്കുന്ന ഒരു ജീവിയല്ല, അല്ലേ? 2 ദിവസം യോനയുടെ ഉറക്കം പോകും. ഈ കുടലിനകത്ത് പെർഫ്യൂമിന്റെ മണമൊന്നും അല്ലല്ലോ, ദുർഗന്ധം കൊണ്ട് ദൈവം പഠിപ്പിക്കുക. ആ പട്ടണത്തിലെ ജനത്തിന്റെ പാപത്തിന്റെ ഗന്ധം നീ മനസ്സിലാക്കിയതുപോലെ പെട്ടെന്ന് ഡൈജഷൻ ആകുമെന്ന് വിചാരിച്ച് ആ സിസ്റ്റമേ ദൈവം ബ്ലോക്ക് ചെയ്തു. അവസാനം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോനയുടെ ആ പ്രാർത്ഥനയിലെല്ലാം കപടമാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർ മിഥ്യാമൂർത്തികളായവർ നിന്നെ ഭജിക്കുന്നു, ഞാനോ നിന്നെ സ്തുതിക്കുന്നു. വലിയ അത്യാവശ്യമായിരുന്നോ വയറ്റിൽ കിടന്നേച്ച് പോയി സ്തുതിക്കേണ്ട കാര്യം? മര്യാദയ്ക്ക് അയച്ച സ്ഥലത്ത് പോയാൽ പോരായിരുന്നു? സ്തോത്രം. അപ്പം യോനയ്ക്ക് മനസ്സിലായി, സ്തുതിച്ചാലേ വല്ലതും നടക്കത്തുള്ളൂ. മനസ്സിലായി. അപ്പൊ സ്തുതി ഒത്തു, മടങ്ങി വരാൻ തീരുമാനിച്ചു. മത്സ്യത്തോട് ദൈവം കൽപ്പിക്കുന്നു, ഒമിറ്റ് ചെയ്തങ്ങ് കളഞ്ഞേ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, 25-ലധികം ജലജന്തുക്കളെയും ജീവികളെയും ഒക്കെ ദൈവം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം, ആരെയും ദൈവത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ചിന്തകന്മാര് പറയുന്നത്, കടൽ തീരത്ത് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഇതാ കടലിൽ നിന്നൊരുത്തൻ കയറി വരുന്നു, ഇവനാണ് നിനവയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവൻ കടലിൽ നിന്ന് കയറി വന്ന ആളായതുകൊണ്ട് പറയുന്നത് നടക്കും. ചില അബദ്ധവും ദൈവം മഹത്വമാക്കി മാറ്റാറുണ്ട്. അതിനർത്ഥം നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടണം. സ്തോത്രം. അതുകൊണ്ട് ദൈവ അരുളപ്പാട് കേൾക്കുമ്പോൾ അതിനെ നമ്മൾ വിമർശന ബുദ്ധിയോട് ഒരിക്കലും എടുക്കാതെ അവിടെ അനുസരിച്ച് മുന്നേറാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമാണ്. സ്തോത്രം. അടുത്തത് വ്യക്തിപരമായ പരീക്ഷണമാണ്. വ്യക്തിപരമായ ജീവിതത്തിലെ പരീക്ഷണം. 1 നമ്മൾ കണ്ടു, സഭയിൽ നിന്ന്. 2 പുറത്തു നിന്ന്. 3 അരുളപ്പാടിന്റെ മുന്നിലുള്ള വ്യക്തിപരമായ മനോഭാവത്തിൽ നിന്ന്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 1 സഭയിൽ നിന്നുള്ള പരീക്ഷണം. 4 വിധ പരീക്ഷണങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1
സഭയിൽ നിന്ന്. 2 പുറത്തു നിന്ന്. 3 ദൈവാരുളപ്പാടിന്റെ മുൻപിലുള്ള വ്യക്തിപരമായ മനോഭാവത്തിൽ നിന്ന്. 4-ാമത്തേത് വ്യക്തിപരമായ പരീക്ഷണമാണ്. 5 പരീക്ഷണങ്ങളാണുള്ളത്, 4 അല്ല 5. 4-ാമത്തെ വ്യക്തിപരമായ പരീക്ഷണങ്ങളാണ്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യവും 3-ാം അധ്യായം 1-ാം വാക്യവും 7-ാം അധ്യായം 15-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇയ്യോബിന്റെ കഷ്ടകാലത്തിന്റെ നാളുകൾ ഇത്ര വർഷമെന്നൊക്കെ 20 വർഷമെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചു. അത് തെറ്റാണ്. കാരണം ഇയ്യോബ് തന്നെ പറയുന്നു, എൻ്റെ കഷ്ടകാലങ്ങളുടെ മാസങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ചില മാസങ്ങളോളം താൻ കഷ്ടമനുഭവിച്ചു എന്നുള്ളതാണ്. താൻ വായി തുറന്ന് ജന്മദിവസത്തെ ശമിച്ചു. സ്തോത്രം. തൻ്റെ സമനില എല്ലാം ആകെ തകർന്നു. ആരോഗ്യമുള്ള ശരീരം രോഗത്തിന് വഴിമാറി. എല്ലാം സകലതും പ്രതികൂലമായി മാറി. മക്കള് പോയി, സ്വത്ത് പോയി, തൻ്റെ ശരീരം രോഗമായി. പക്ഷേ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഒരു ജലദോഷം പോലും പിടിച്ചില്ല. പിടിച്ചോ? എന്നാ പിടിക്കാൻ? ഏറിയ പങ്ക് ചിന്തകന്മാരും പറയുന്നത് സാത്താന്റെ സഹിയായിട്ടാണ് ജീവിച്ചത്. മനസ്സിലാവുന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ടവൾ പറയുകയാണ്, നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൂസല്ല. സ്വത്ത് നഷ്ടപ്പെട്ടിട്ടും ഭക്തി പോയില്ല. മക്കൾ നഷ്ടപ്പെട്ടിട്ടും ഭക്തി പോയില്ല. രോഗിയായി തീർന്നപ്പോഴും ഭക്തി പോയില്ല. ജീസസ് തന്റെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും കഠിനമായ ശോധന വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, ഈ വിശ്വാസം ത്യജിക്കണം, നീ സൂയിസൈഡ് ചെയ്യണം. ആരാ പറയുന്നത്? ഭാര്യ. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് നീ മരിക്കണം എന്നാ പറയുന്നത്. ഇനി ഈ ദൈവത്തെ വേണ്ട. വൈ? ഐ ലോസ്റ്റ് മൈ ഹെൽത്ത്, ഐ ലോസ്റ്റ് മൈ വെൽത്ത്, എന്റെ നെയിം പോയി, എന്റെ ഫെയിം പോയി, ഐ ലോസ്റ്റ് എവറിത്തിങ്. അതുകൊണ്ട് ഇനി ഈ ദൈവത്തെ വേണ്ട. അപ്പൊ ഇയ്യോബ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കും. അപ്പൊ ഇയ്യോബിന്റെ മനസ്സ് എന്തിലല്ലായിരുന്നു? സ്വത്തിലല്ലായിരുന്നു, പണത്തിലല്ലായിരുന്നു, മക്കളിലല്ലായിരുന്നു, ഭാര്യയിലല്ലായിരുന്നു. താൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. സ്തോത്രം. അവനെന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതികൂലത്തിൽ നമ്മളെ പൂർണ്ണമായി സറണ്ടർ ചെയ്താൽ, സ്തോത്രം, 1-ാം അധ്യായം മുതൽ 37 അധ്യായം വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഗോഡ് വാസ് സൈലന്റ്. ദൈവം മിണ്ടിയില്ല. എന്തുകൊണ്ട്? എന്താ ദൈവം മിണ്ടാഞ്ഞേ? നമുക്ക് ഒരു റൂട്ടിന്റെ മാപ്പ് കിട്ടുന്നതാണോ നല്ലത്, ഒരു ഗൈഡ് കൂടെ വരുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? സ്തോത്രം. ഗൈഡ് കൂടെ വരുന്നതാണ് നല്ലത്. ഒരിക്കൽ ഇസ്രായേലിൽ വെച്ച് ദമ്പതികളിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചപ്പോൾ പൊതു ശ്മശാനമുണ്ട്, അവിടെ അടക്കാമെന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, വേണ്ട, ഇവിടെ അടക്കാൻ പറ്റത്തില്ല, എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ ഒരിക്കലും ഇവിടെ അടക്കത്തില്ലെന്ന്. അപ്പോൾ വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് അവര് അവരുടെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുപോയി. അപ്പോൾ ആ ഗൈഡ് ചോദിച്ചു, നീ ഇത്രയും കഷ്ടപ്പെട്ട് നിന്റെ പ്രിയപ്പെട്ടവനെ നീ ഇവിടുന്ന് കൊണ്ടുപോകാൻ തക്കണം, നിനക്ക് ഇത്രമാത്രം വലിയ സ്നേഹം. അപ്പൊ ഗൈഡിനോട് പറയാ, സ്നേഹം കൊണ്ടല്ല, 3-ാം നാളിൽ ഉയർത്താളിന്റെ സ്ഥലത്ത് അടക്കുന്നത്. അപ്പൊ ഇവിടെ അടക്കിയ പുള്ളി പെട്ടെന്ന് ഉയർത്താലോ? അതുകൊണ്ട് ഞാൻ കാശ് മുടക്കി, സ്നേഹം കൊണ്ടല്ല, ഇവിടെ അടക്കാൻ താല്പര്യമില്ല. മനോഭാവം സഹോദരങ്ങളെ, മനോഭാവം. 5-ാമത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വന്തം ഭാര്യാഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നു, അത് യാക്കോബ് നേരിട്ടു. ലാബാൻ തന്റെ പുറയിൽ അളിയന്മാരെ ഉൾപ്പെടെ വന്നു.
തന്നെ ഒരു അധിക ദോഷം ചെയ്യാൻ ശക്തിയുണ്ടെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ രാത്രി നിന്റെ അപ്പന്റെ ദൈവം എന്നോട് സംസാരിച്ചു. യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും മിണ്ടിയെങ്കിലും കുഞ്ഞെ, ദൈവം പറഞ്ഞു നീ കേട്ടാൽ നിന്റെ പുറകിൽ വരുന്ന ഏതിനോടും ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. പറഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായി ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. കർത്താവിന്റെ വേലയ്ക്ക് പലപ്പോഴും പല കുടുംബം ഇറങ്ങുമ്പോൾ ഭാര്യാഗ്രഹത്തിൽ നിന്നും ധാരാളം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവിടെയൊന്നും അവരോട് മറുതലിക്കാനോ അവരോട് നെഗറ്റീവായി പ്രതികരിക്കാനോ ഒന്നും പോകരുത്. കാരണം വിളി നിങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിളി വ്യക്തമായിരുന്നു എന്നറിയുന്നത് വരും കാലങ്ങളിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് ജയിക്കാൻ. ശൗലിന്റെ മകളെ ദാവീദിന് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷെ അമ്മായിപ്പൻ ഭൂതം കയറിയപ്പോൾ കുന്തം കൊണ്ട് മരുമനെതിരെ നിൽപ്പാൻ സ്തോത്രം. അതുകൊണ്ട് ഒന്ന്, സഭയിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ദൈവം അത് പരിഹരിക്കും. രണ്ട്, പുറത്തുനിന്ന് ഇസബേലിനെ പോലുള്ള പ്രശ്നങ്ങൾ പ്രാണനെതിരെ ഉണ്ടാകാം. പക്ഷെ ദൈവം അവിടെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന അധികാരത്തോടെ തന്നെക്കാൾ ശ്രേഷ്ഠതയേറി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഏലിശമാരെ പുറത്തു കൊണ്ടുവരാനുള്ള ശുശ്രൂഷയോടെ ദൈവം അവിടുന്ന് പുറത്തെടുത്തതായി കാണും. മൂന്ന്, അരുളപ്പാടിൽ വ്യക്തിപരമായി മനോഭാവം നിങ്ങളെപ്പോഴും നമ്മുടെ മുൻവിധിയേക്കാൾ ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിച്ചു വേണം നിങ്ങൾ ആയിരിക്കാൻ. 4, പ്രൈസ് ഗോഡ്, വ്യക്തിപരമായി വന്ന പരീക്ഷണങ്ങൾ. ഇയ്യോബിനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി ശത്രുവായി, സ്വത്ത് നഷ്ടപ്പെട്ടു, എല്ലാം. പക്ഷെ 38-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നല്ലേ. ദൈവം മിണ്ടാതിരിക്കുന്ന സമയമെങ്കിൽ അതിനർത്ഥം നീ നേരിടുന്ന വിഷയങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള കൃപ ഓൾറെഡി ദൈവം തന്നു കഴിഞ്ഞു എന്നാണ്. ദൈവം എന്നോട് മിണ്ടാതിരുന്ന മാസങ്ങളും കാരണം എന്നോട് ദൈവം പറഞ്ഞ കാര്യം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നോട് ഇടപെടാൻ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിന് വേണ്ടി തമ്പുരാൻ വെയിറ്റ് ചെയ്യുക. 5, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒക്കെ പ്രതികൂലങ്ങൾ ഉണ്ടാകാനിടയും. ഇവരുടെ എല്ലാം മരണചിന്തയുടെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവം പരിഹാരവും വിടുതലും ദീർഘായുസ്സും നൽകി എന്നുള്ളതാണ്. നമ്മൾ മോശയിൽ നിന്നും, അതെ, ഏലിയാവിൽ നിന്നും, യോനയിൽ നിന്നും, അതെ, ദാവീദിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കാൻ ഇടയായി. വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏഡൻ, ക്യാൻ യു പ്രേ? മക്കൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതെ, വൈദ്യങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ സർവീസ് പിതാവേ, ഇന്ന് വൈകുന്നേരം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ആൾക്കാരും ഇവിടെ കൂടി വന്നിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവം കൃപ തന്നതിന് നന്ദി പറയുന്നു. സ്തോത്രം. പല കാര്യങ്ങളിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിന്റെ വചനം അറിയുവാനും ഒക്കെയുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് തുടക്കത്തിൽ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ യേശുവിന്റെ സന്നദ്ധിയിൽ ഒന്നുകൂടെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നല്ല വചനം തന്നതിനായി നന്ദി പറയുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തോമച്ചൻ ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ബാബു മുത്തയ്ച്ച, ഇന്നിപ്പോ അവിടെ മോർണിംഗ് ആണല്ലോ, ഈവനിങ്ങിൽ ഒരു 20 മിനിറ്റിന്റെ മെസ്സേജ് കൊടുക്കാമോ? ഫാസ്റ്റർ, ഇന്ന് എനിക്ക് ഒരു സ്ഥലത്ത് വരെ പോകണം വൈകുന്നേരം. അപ്പം വേറൊരു ദിവസം അടുത്ത ശനിയാഴ്ച കുഴപ്പമില്ല. ഞാൻ ഏത് ടൈമാ? ഇന്ത്യൻ ടൈം മോർണിംഗോ ഈവനിങ്? അല്ല, ഇവിടുത്തെ മോർണിംഗ് ടൈം അല്ലേ? അവിടുത്തെ മോർണിംഗ് ടൈം. ശനിയാഴ്ച രാവിലെ ആണല്ലോ. അതായത് ദിസ് സെയിം ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തോമച്ച. താങ്ക് യു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എലൻമോൻ, സമയം പോലെ ഏഡൻ കയറണം കേട്ടോ മക്കളെ. മോന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നു. കേറാൻ പാത്രങ്ങളെ.
ഓക്കെ. ആർ യു ഹാപ്പി? അതെ അതെ അതെ. ബോറിംഗ് ഒന്നും ആയില്ലല്ലോ? അല്ല. ഓക്കെ. ഗോഡ് ബ്ലെസ് യു മക്കളെ. പ്രൈസ് ഗോഡ്. ആമേൻ. താങ്ക് യു അനിമാമെ, മോനെ എൻകറേജ് ചെയ്ത് അവനെ ഇൻവൈറ്റ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ബൈ. God bless you. God ആമേൻ. bless you. ബൈ.